ഹായ്, ഏവർക്കും നമസ്കാരം. നമ്മുടെ മൂന്നാമത്തെ വീഡിയോയിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരു വാർത്തയെക്കുറിച്ച് പറയാനായിട്ടാണ്. ഇത് വളരെ നിഷ്പക്ഷമായിട്ടുള്ള എൻ്റെ വാക്കുകൾ മാത്രമാണ്. ഓക്കെ, ഞാൻ ആരെയും അപകീർത്തിപ്പെടുത്താനോ അല്ലെന്നുണ്ടെങ്കിൽ ആരെയും ആക്ഷേപിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ഇത് പറയുന്നത്. എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നിയ കാര്യങ്ങൾ പറയണമെന്ന് തോന്നി, അങ്ങനെ മാത്രം എടുക്കുന്ന ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾ കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമൻറ്റുകളായിട്ട് പറയാവുന്നതാണ്, രേഖപ്പെടുത്താവുന്നതാണ്. നമുക്ക് വിഷയത്തിലോട്ട് വരാം. അപ്പോൾ ഈയിടെയായിട്ട് ഒരു ബസ് യാത്രയിടയിൽ ഒരു സ്ത്രീയോട് അല്ലെങ്കിൽ ഒരു പെൺകുട്ടിയോട് അടുത്തിരുന്ന ആൾ എന്തൊക്കെയോ വൃത്തികേടുകൾ കാണിച്ചു എന്നും പറഞ്ഞിട്ട് സോഷ്യൽ മീഡിയയിൽ, അല്ലെങ്കിൽ അവർ ക്യാമറ എടുത്തിട്ട് മൊബൈൽ ഫോൺ ഓണാക്കി വെച്ചിട്ട് അവർ കുറേയേറെ കാര്യങ്ങൾ പറഞ്ഞു. അങ്ങനെ അതിനെ ചുറ്റിപ്പറ്റിയിട്ടാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ അതിനെക്കുറിച്ചുള്ള ചർച്ചകളാണ് നടക്കുന്നത്. പലരും ആ പെൺകുട്ടിയെ അപകീർത്തിപ്പെടുത്തി സംസാരിക്കുന്നു. പല ആൾക്കാരും അടുത്തിരുന്ന പുരുഷനെക്കുറിച്ച് അപവാദങ്ങൾ പറയുന്നു, അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾ പറയുന്നു. രണ്ടുപേർക്കും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും ആൾക്കാർ സംസാരിക്കുന്നുണ്ട്. ഓക്കെ, അത് അങ്ങനെ ഇരിക്കട്ടെ. ഇനി ഞാൻ എൻ്റെ കാര്യത്തിലോട്ട് വരാം. നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ അടുത്ത് സ്ത്രീകൾ വന്നിരിക്കാറുണ്ട്. അതേപോലെ സ്ത്രീകളുടെ സീറ്റുകളിൽ പുരുഷന്മാരും ഇരിക്കാറുണ്ട്. പരമാവധി നിങ്ങൾ സ്ത്രീകൾ മാത്രമായിട്ട് ഇരിക്കുന്ന സീറ്റുകളാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇരിക്കാൻ വേറെ സീറ്റ് ഉണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ത്രീകളുടെ അടുത്ത് പോയിരിക്കാതെ നിങ്ങൾ മാറിയിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഓക്കെ, ഇപ്പോൾ ഇവിടെ നടന്ന ഒരു വിഷയമെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവരുടെ ദേഹത്ത് സ്പർശിച്ചു അല്ലെങ്കിൽ അവരോട് മോശമായിട്ട് പെരുമാറി എന്നാണ് ആ കുട്ടി പറയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ ഇതിനകത്തുള്ളൊരു വസ്തുതയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ കുട്ടിയോട് അടുത്തിരുന്ന ആ പുള്ളിക്കാരൻ പ്രായമായ ആളാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ദേഹത്ത് മുട്ടി എന്തെന്നൊക്കെയാണല്ലോ പറയുന്നത്. അപ്പോൾ ഇവർ എന്തായിരുന്നു ആദ്യം ചെയ്യേണ്ടത്? നമ്മൾ ആ പെൺകുട്ടിയെ നമ്മൾ ഒരിക്കലും മോശക്കാരിയാക്കുമല്ല. ആ പെൺകുട്ടി ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം ഞാനിപ്പോൾ അടുത്തിരിക്കുമ്പോൾ എൻ്റെ സമീപത്തായിട്ട് ഒരാൾ വന്നിരുന്നിട്ട് എനിക്ക് അസ്വസ്ഥത ഉണ്ടാക്കുന്ന രീതിയിൽ തട്ടിയും മുട്ടുകയും ചെയ്ത് കഴിഞ്ഞാൽ, ഞാൻ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എന്നെ തട്ടുന്ന വ്യക്തിയോട് പറയുക, ചേട്ടാ എനിക്ക് നിങ്ങളുടെ ആ ഒരു ഇത് ഇഷ്ടപ്പെടുന്നില്ല, നിങ്ങൾ ഒരല്പം കൂടെ നീങ്ങിയിരിക്കാൻ നമുക്ക് ആവശ്യപ്പെടാം. ഓക്കെ, അതാണല്ലോ നമ്മൾ ഫസ്റ്റിലെ ചെയ്യേണ്ടത്. ഈ പെൺകുട്ടിക്ക് അത് ആവാമായിരുന്നു. ആ പുള്ളിയോട് പറയാമായിരുന്നു, എനിക്ക് നിങ്ങൾ ഇത്ര അടുത്തിരിക്കുന്നത് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരല്പം മാറിയിരിക്കൂ, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത സീറ്റിലോട്ട് പോയിരിക്കാമല്ലോ, നിങ്ങളെന്താണ് അത് ചെയ്യാത്തത് എന്ന് ചോദിക്കാമായിരുന്നു. കാരണം പല പെൺകുട്ടികൾക്കും ചില പുരുഷന്മാരുടെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ തട്ടലോ മുട്ടലോ ഒക്കെ ചിലപ്പോൾ അസ്വസ്ഥതകൾ ഉണ്ടാക്കാറുണ്ട്. അത് സ്വാഭാവികമാണ്. അപ്പോൾ ധൈര്യത്തോടെ നിങ്ങൾ തുറന്ന് പറയാനായിട്ടുള്ള ധൈര്യം കാണിക്കണമായിരുന്നു. നിങ്ങൾ അത് ചെയ്തില്ല. അതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾ അതിന് പകരമായിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് റീച്ച് കിട്ടാനാണോ എന്തിനാണോന്നും നമുക്കറിയില്ല. എല്ലാവരും ഇപ്പോൾ ഉപയോഗിക്കുന്ന പോലെ തന്നെ നിങ്ങൾ ഫോൺ എടുത്തിട്ട് അത് പിടിക്കുകയാണ്. അതിൻ്റെ ഒരു ആവശ്യവും ഉണ്ടായിരുന്നില്ല. അന്നേരം നമ്മൾ പ്രതികരിച്ച് കഴിഞ്ഞാൽ അതോടെ ആ ഒരു വിഷയത്തെ നമുക്ക് അവസാനിപ്പിക്കാനായിട്ട് പറ്റും. പക്ഷേ നിങ്ങളത് ചെയ്തില്ല. അതാണ് നിങ്ങളുടെ കയ്യിലുള്ള ഒന്നാമത്തെ മിസ്റ്റേക്ക്. നിങ്ങൾ ഫോൺ എടുത്ത് അത് ഷൂട്ട് ചെയ്യുന്നു. അത് എന്തിനാണ്? നിങ്ങൾക്ക് പബ്ലിസിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണോ? ഓക്കെ, രണ്ടാമത്തെ കാര്യം, അതുകൊണ്ടും അയാളോട് പറഞ്ഞു, നിങ്ങൾ മാറിയിരിക്കാൻ പറഞ്ഞു, അയാളത് അനുസരിക്കുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ബസ്സിലത്തെ സ്റ്റാഫിനോട് നിങ്ങൾക്ക് പരാതിപ്പെടാമായിരുന്നു. കണ്ടക്ടറെയോ അല്ലെങ്കിൽ ആരാണെങ്കിലും നിങ്ങൾക്ക് പറയാമായിരുന്നു, ചേട്ടാ ഇദ്ദേഹത്തെ പിടിച്ച് അപ്പുറത്തെ സീറ്റിലോട്ട് മാറ്റിയിരുത്തുക, ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തി എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്ന് നിങ്ങൾക്ക് പറയാമായിരുന്നു. നിങ്ങൾ അതും പറഞ്ഞില്ല. മൂന്നാമത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഉച്ചത്തിൽ പ്രതികരിക്കാമായിരുന്നു. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിയമ നടപടിക്ക് നിങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലയിൻറ്റ് ചെയ്യാമായിരുന്നു. നിങ്ങൾക്ക് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യാതെ നിങ്ങൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ വീഡിയോ വഴി നിങ്ങൾ ഷൂട്ട് ചെയ്തുകൊണ്ട് നിങ്ങൾ കുറേ ആൾക്കാരിലോട്ട് ഇറങ്ങി വന്നിട്ട് കുറേ പബ്ലിസിറ്റി നേടാനായിട്ട് ശ്രമിക്കുകയാണ് ഉണ്ടായത്. പക്ഷേ അത് തീർച്ചയായിട്ടും നിങ്ങൾ ചെയ്തത് തെറ്റാണ്. ആ മനുഷ്യൻ നിങ്ങളോട് മോശമായിട്ട് പെരുമാറിയിരുന്നു എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മോശമായി പെരുമാറുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു സ്പോട്ടിൽ പ്രതികരിക്കുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ കണക്ക് നിങ്ങൾക്ക് ബസ്സിലെ സ്റ്റാഫിനോട് നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് ചെയ്യാമായിരുന്നു. അപ്പോൾ നിങ്ങളിതൊന്നും ചെയ്യാതെ നിങ്ങൾ നമ്മുടെ മൊബൈൽ എടുത്തിട്ട് നിങ്ങൾ എന്തിനാണ് ഇങ്ങനൊരു പ്രഹസനം ചെയ്യാനായിട്ട് പോയത്? അപ്പം നിങ്ങളെ വളരെ വൃത്തികെട്ട രീതിയിലൊക്കെ സമൂഹ മാധ്യമത്തിൽ കൂടി ആക്ഷേപിക്കുന്ന പല വീഡിയോസും ഞാൻ കണ്ടു. അത് നിങ്ങളായിട്ട് ഇട്ടുകൊടുത്തതല്ലേ? നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ആവശ്യവുമില്ലായിരുന്നു. പിന്നെ നിങ്ങൾ ചെയ്ത രണ്ടാമത്തെ തെറ്റ്, ആ മനുഷ്യൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ക്യാമറ എടുത്ത് അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫിഗറുമെല്ലാം നിങ്ങൾ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾ പബ്ലിഷ് ആക്കുന്ന സമയത്ത് നിങ്ങൾ പ്രത്യേകം ഓർക്കുക, അദ്ദേഹത്തിന് ഒരു കുടുംബമുണ്ട്, അദ്ദേഹത്തിന് മക്കളുണ്ട്. ചിലപ്പോൾ പെൺകുട്ടികളുള്ള ഒരു പിതാവായിരിക്കാം അദ്ദേഹം, അല്ലെന്നുണ്ടെങ്കിൽ പെൺകുട്ടികളായിട്ടുള്ള കുട്ടികൾ, പേരക്കുട്ടികളായിട്ട് അദ്ദേഹത്തിന് ഉണ്ടാവും. അദ്ദേഹത്തിന് വൈഫ് കാണും, അദ്ദേഹത്തിന് ബന്ധുമിത്രാദികളുണ്ടാവും. അദ്ദേഹം കുടുംബത്തിൽ, സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരാളാണ്. താങ്കൾ ഇത് ചെയ്ത വഴി അദ്ദേഹത്തിനെ
വല്ലാത്ത രീതിയിൽ അപകീർത്തിപ്പെടുകയാണല്ലോ ഉണ്ടായത്. ഓക്കെ, എത്രയോ പേര് ആ ഒരു വീഡിയോ കണ്ടിട്ട് അദ്ദേഹത്തെക്കുറിച്ച് എന്ത് വിചാരിച്ചു കാണും? തെറ്റാണോ ശരിയാണോ? തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ അത് പ്രൂവ് ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ നിങ്ങൾ കംപ്ലയിൻറ്റ് ചെയ്യണമായിരുന്നു, നിങ്ങൾ അദ്ദേഹത്തെ മാറ്റി ഇരുത്തണമായിരുന്നു. നിങ്ങളത് ചെയ്തില്ല. ഇപ്പോൾ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എൻ്റെ അടുത്തൊരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പുരുഷൻ വന്നിരുന്നിട്ട് എനിക്ക് അലസ്വരം ഉണ്ടാക്കുന്ന രീതിയിൽ ഇങ്ങനെ തട്ടിയും മുട്ടിയും ചെയ്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മറ്റുള്ള പ്രവൃത്തികൾ ചെയ്തു കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും ഞാൻ പറയുന്നത് ചേട്ടൻ അല്പം മാറിയിരിക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എഴുന്നേറ്റ് അടുത്ത സീറ്റിലോട്ട് മാറിയിരിക്കാനായിട്ട് ശ്രമിക്കും. നമ്മൾ അങ്ങനെയാണ് പൊതുവായിട്ട് ചെയ്യുന്നത്. അല്ലാതെ ഒരിക്കലും ഫോൺ എടുത്ത് വെച്ചിട്ട് അത് ഫോണിൽ പിടിച്ചുകൊണ്ട് അത് ചെയ്യാനല്ല ശ്രമിക്കുന്നത്. അത് നമ്മൾ ചെയ്യുന്നത് ഒരു വലിയ തെറ്റാണ്. ഓക്കെ, കാരണം ഇവിടെ അതിനും വേണ്ടിയിട്ടുള്ള ഒരു തെറ്റ് നടന്നിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. തെറ്റ് നടന്നെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അന്നേരം അവിടെ പ്രതികരിച്ചാനായിരുന്നു. നിങ്ങൾ അന്നേരം അത് പ്രതികരിക്കാതെ നിങ്ങളത് പിന്നെ സോഷ്യൽ മീഡിയ വഴി വൈറലാക്കാൻ നോക്കി. അതാണ് അന്നേരം തന്നെ ശക്തമായിട്ട് പ്രതികരിച്ച് നിങ്ങൾക്ക് ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു വിഷയം നിങ്ങൾ വളർത്തി വലുതാക്കിക്കൊണ്ട് നിങ്ങൾ റീച്ച് ആവാൻ ശ്രമിച്ചു. അതിൻ്റെ ഫലമായിട്ട് നിങ്ങൾക്കുണ്ടായ തെറി അഭിഷേകങ്ങൾ, നിങ്ങൾക്കെതിരെ ഉണ്ടായ പരാമർശങ്ങളെല്ലാം സോഷ്യൽ മീഡിയ വഴി ഞാൻ കണ്ടതാണ്, അല്ലെങ്കിൽ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ആവർത്തിക്കാതിരിക്കുക. നിങ്ങൾക്ക് മറ്റുള്ളവരുടെ പ്രവൃത്തി ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരുടെ മുഖത്ത് നോക്കി അത് പ്രതികരിക്കാനുള്ള മനസ്സ് നിങ്ങൾ കാണിക്കണം. കാരണം കാലങ്ങൾ ഒരുപാട് മാറിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള വോയിസ് ഉണ്ട്, നിങ്ങളത് ചെയ്യുക. അല്ലാതെ അടുത്തിരിക്കുന്ന ആൾക്കാർ ദേഹത്ത് തട്ടി മുട്ടി എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ഒരിക്കലും ഫോൺ എടുത്തിട്ട് റീച്ചാക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികൾ ചെയ്യാതിരിക്കുക. ഓർക്കുക, ആ മനുഷ്യനും ഒരു കുടുംബമുണ്ട്, കുട്ടികളുണ്ട്, മറ്റുള്ള എല്ലാ സൗഹൃദ വലയങ്ങളുമുണ്ട്. അദ്ദേഹത്തെയും നിങ്ങൾ അപകീർത്തിപ്പെടുത്തിയാണ് യഥാർത്ഥത്തിൽ ചെയ്തത്. ഓക്കെ, അപ്പം ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു വീഡിയോ. അപ്പം നമ്മുടെ ഈ കൊച്ചു ചാനൽ, കാരണം വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങൾ ഉള്ളതുപോലെ ഞാൻ തുറന്ന് പറയാനായിട്ട് ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.